ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നും പതിവ് പോലത്തെ ഒരു ദിവസമായിരുന്നു ഇന്നും. എന്നാലും ഞാൻ എൻ്റെ സന്തോഷത്തിന് വേണ്ടി കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളും ഒക്കെ കുരുകൾ വിത്ത് മുളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ കുറച്ച് ചെടികളുടെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത് തീർത്തു. പണികൾക്കിടയിൽ നമ്മൾ കിച്ചണിലൊന്ന് വന്നതാണ് കേട്ടോ. ഒരു ചെറിയ ഗ്രീൻ ടീ ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ ദിവസം കിച്ചണിൽ കുറച്ച് വർക്കുകൾ ബാക്കിയുള്ളതുണ്ടായിരുന്നു. കുറച്ച് ഷീറ്റ് അടിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് കിച്ചണിൻ്റെ ക്ലീനിങ് ഉണ്ടായിരുന്നു. പുറത്തിപ്പോൾ നല്ല ചൂടാണ്. ആ ചൂടിൽ ചായ ഉണ്ടാക്കി കഴിക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എന്നാലും ഒരു ഗ്രീൻ ടീ കുടിക്കാനൊരു കൊതി. മക്കളുണ്ടായിരുന്നെങ്കിൽ അവർ ജ്യൂസൊക്കെ അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. ഓരോ ദിവസവും ഓരോ ജോലി ചെയ്യാനായിട്ട് തീരുമാനിച്ച് ഉറച്ചിട്ടുണ്ടാവും. അങ്ങനെ ഇന്ന് നമ്മൾ ഇൻഡോർ പ്ലാന്റുകളൊക്കെ ഒന്ന് റീപ്പോർട്ട് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. അങ്ങനെ നമ്മൾ സിൽവർ പോത്തോസ് ഒന്ന് റീപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റീപ്പോർട്ട് ചെയ്തതുകൊണ്ട് തന്നെ അതിനൊന്ന് നനച്ചു കൊടുക്കണം. ഇനി അതിൻ്റെ ലീഫുകളൊക്കെ ഒന്ന് ചെറിയ മണ്ണൊക്കെ ആയിട്ടുണ്ട്, ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുക്കണം. ചെടികൾ നടാൻ ഉപയോഗിക്കുന്ന കയ്യറ് നമ്മൾ അകത്തേക്ക് എടുക്കാൻ പറ്റില്ല, അത് നല്ല വൃത്തികേടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അകത്ത് ജോലി ചെയ്യുന്ന സമയത്ത് ഈ ഒരു കയ്യറയാണ്. ഇവിടെ ഉണ്ടായിരുന്ന കയ്യറ് നശിച്ചിട്ട് നമ്മൾ പുതിയൊരു കയ്യറ് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സിൽവർ പോത്തോസിൻ്റെ ലീഫുകളൊക്കെ ഒന്ന് നന്നായി നനച്ചിട്ട് തുടച്ച് കൊടുക്കുകയാണ്. കാരണം ചില ലീഫിലൊക്കെ ഒന്ന് മണ്ണ് കയറിയിട്ടുണ്ട്. ചെടികൾ മാത്രമല്ല, വീടിൻ്റെ ഏതൊരു ഭാഗത്തും നമ്മൾ യൂസ് ചെയ്യാതെ എന്ത് വെച്ചിട്ടുണ്ടോ അവിടെയൊക്കെ പൊടി കയറുന്നുണ്ട്. എത്ര അടച്ച് നമ്മൾ ഭദ്രമാക്കി വെച്ചാലും പൊടികളുണ്ടായിരിക്കും. ഓരോ ജോലി തീരുമ്പോഴും നമുക്ക് ക്ലീനിങ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉണ്ടാവും പണി. എന്തെങ്കിലും ഒരു ജോലി ചെയ്താൽ പിന്നെ അവിടെ വെള്ളമായി പൊടിയായി എനിക്കത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. അത് കഴിഞ്ഞ് ഇനി നമുക്ക് മറ്റുള്ള കുറേ ജോലികൾ ബാക്കിയുണ്ട്. ഇന്നലെ കേക്ക് ഉണ്ടാക്കി ആ ഒരു പാത്രം ശരിക്കും വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് കേക്ക് ഉണ്ടാക്കിയ പൊടികളും കാര്യങ്ങളൊക്കെ ഓവനിൽ വീണിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം, ഒന്ന് തുടച്ച് വൃത്തിയാക്കണം. അതിന് ശേഷം പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ 15 ദിവസത്തിന് ഒന്നിച്ചാണ് കേട്ടോ കൊണ്ടുവരിക. അപ്പോൾ അതൊക്കെ ബോട്ടിലേക്ക് ഇട്ട് വെക്കാനും ബോട്ടിൽ ക്ലീൻ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനിടയിൽ ചെയ്യുന്നുണ്ട്. ഞാൻ തനിച്ചാവുന്ന സമയത്ത് റിലാക്സ് ചെയ്ത് ഇങ്ങനെയുള്ള ജോലികളൊക്കെ ഞാൻ തീർക്കും. ഏതൊരു ജോലിയും സമാധാനത്തോടും ക്ഷമയോടും എടുക്കാനാണ് എനിക്ക് ഇപ്പോൾ ആഗ്രഹം. മുമ്പൊക്കെ ഞാൻ പെട്ടെന്ന് ജോലികൾ തീർത്തിരുന്ന ഒരാളായിരുന്നു കേട്ടോ. പുറത്ത് കുറച്ച് ജോലി ബാക്കി ചെയ്യാനുണ്ട്. അതിന് മുമ്പായിട്ട് എനിക്ക് ഫിഷ് പൊരിച്ചെടുക്കാനുണ്ട് കേട്ടോ. അയലയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഞാൻ അതിലേക്ക് മസാല റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിഷിലിടുന്ന മസാല തയ്യാറാക്കുന്ന രീതി. ചെറിയ ഉള്ളിയും അതുപോലെ വലിയ ജീരകം, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പ്, ഉലുവ എല്ലാം കൂടെ പൊടിച്ച് കുരുമുളകും ഒക്കെ ചേർത്തിട്ട് പൊടിച്ച് നല്ല ക്രീമി പരുവത്തിലാക്കിയിട്ട് ഫിഷിൽ നന്നായി തേച്ച് പിടിപ്പിച്ച് പൊരിച്ചെടുക്കുകയാണ്. അത് വെളിച്ചെണ്ണയിൽ നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ ആ ഉലുവയും വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകൊക്കെ മൂക്കുന്ന സമയത്ത് നല്ല ഒരു സ്മെല്ലിങ്ങനെ പുറത്തേക്ക് വരും. അരമണിക്കൂറെങ്കിലും നമ്മൾ ആ ഒരു മസാല തേച്ച് വെച്ചതിന് ശേഷം വേണം ഇതുപോലെ പൊരിച്ചെടുക്കാൻ കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാം റെഡിയാക്കി ഫിഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് വേണമെങ്കിൽ ആദ്യം ഒന്ന് അടച്ച് വെച്ച് ചെറിയ തീയിലിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കാം. അതിന് ശേഷം നമ്മൾ ആ മൂടി തുറന്ന് വെച്ച് കൊടുത്താലും ഈ ഒരു അയലയൊക്കെ ആവുമ്പോൾ ഉള്ളിൽ നന്നായി വെന്ത് കിട്ടണമെങ്കിൽ അങ്ങനെ ഒന്ന് അടച്ച് വെക്കണം.
2-3 മിനിറ്റ് മാത്രം അടച്ച് വെച്ച് വീണ്ടും നമ്മൾ ആ ഒരു അടപ്പ് തുറന്നിട്ടിട്ട് പിന്നെ നന്നായി മൊരിയിച്ചെടുക്കാം. ഇതിന് മുളക് പൊടി കൂടുതൽ ചേർക്കാത്തത് കൊണ്ട് തന്നെ കളറ് കുറവായിരിക്കും കേട്ടോ. കുരുമുളകാണ് നമ്മൾ ഇതിൽ കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങേ അടുപ്പിൽ ഞാൻ എൻ്റെ പൂച്ചയ്ക്കുള്ള മീനും റെഡിയാക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ പറമ്പിൽ നിന്ന് കുറേ മുരിങ്ങാക്കായ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് മുരിങ്ങാക്കായ കൊണ്ടുള്ള കറിയാണ് വെക്കുന്നത്. അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. മുരിങ്ങാക്കായുടെ കറിയിലേക്ക് നമ്മൾ മഞ്ഞളും ഉപ്പൊക്കെ ചേർത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്തു വെള്ളവും വെച്ച് തിളപ്പിക്കുകയാണ്. തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ മുരിങ്ങാക്കായ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. തേങ്ങ അരച്ചിട്ടുള്ള കറിയാണ് വെക്കുന്നത്. ആ സമയം കൊണ്ട് നമ്മൾ ഫിഷ് നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ മറിച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ മുരിങ്ങാക്കായയുടെ ഒപ്പം തന്നെ മുരിങ്ങയുടെ ഇലയും പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മക്കൾ അത് ശരിക്കും നുള്ളി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് താളിച്ചെടുക്കുകയാണ്. തേങ്ങയൊക്കെ ചിരകി ഉണ്ടാക്കിയാൽ ഇവിടെ മക്കൾക്ക് അത്ര ഇഷ്ടമല്ല. ഞാൻ അതിൽ നിന്ന് തന്നെ കുറച്ച് വെളിച്ചെണ്ണ കറിയിലേക്കും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മുരിങ്ങയില നമ്മൾ മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. മുരിങ്ങയില ഇവിടെ മക്കൾക്കൊക്കെ ഇഷ്ടമാണ്. ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ ഞാൻ വീടിൻ്റെ 1-2 ഭാഗത്തായിട്ട് മുരിങ്ങ നട്ടുപിടിപ്പിച്ചിട്ട് പച്ചമുളകും ഉപ്പും മാത്രം ചേർത്ത് വെളിച്ചെണ്ണയിൽ താളിച്ചെടുക്കുന്നതാണ് കേട്ടോ എനിക്കും ഇഷ്ടം. അങ്ങനെ ഉച്ചയിലെ ഫുഡിലേക്കുള്ള ഏകദേശം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അലമാരിയൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി. ഇനിയുള്ളത് ഫ്രിഡ്ജ് ക്ലീനിങ് ആണ്. ഫ്രിഡ്ജിൽ ഇന്നലെ കുറച്ച് പച്ചക്കറികളൊക്കെ കൊണ്ടുവന്ന് ആ ഒരു സമയത്ത് എനിക്ക് തിരക്കായിരുന്നു. കാരണം ഞാൻ തക്കാളിയൊന്നും കഴുകാതെ നേരെ കൊട്ടയിലാക്കി വെച്ചതായിരുന്നു. ഇനി അതൊക്കെ ഒന്ന് കഴുകി തുടച്ച് വൃത്തിയാക്കി വെക്കണം. കാരണം മക്കൾ ചില സമയത്ത് പെട്ടെന്ന് എടുത്ത് സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ തക്കാളിയും പച്ചമുളകൊക്കെ ഇടും. അപ്പോൾ നമ്മൾ ക്ലീനാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മനസ്സമാധാനമാണല്ലോ. അവർ വെജിറ്റബിളൊന്നും നമ്മൾ കഴുകുന്ന അത്ര വൃത്തിയിൽ കഴുകാതെ പെട്ടെന്ന് എടുത്ത് ജസ്റ്റ് പൈപ്പിൻ്റെ ചോട്ടിലൊന്ന് കാണിച്ചിട്ടൊക്കെ വെട്ടി അരിഞ്ഞ് പാചകം ചെയ്യും. അപ്പോൾ നമ്മൾ വെജിറ്റബിൾ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു. കിച്ചണൊക്കെ ക്ലീൻ ചെയ്തു. ചെടികളൊക്കെ നനച്ചു. ഒരു മാതിരിയുള്ള എല്ലാ ജോലികളും തീർന്നു. ഇനിയാണ് നമ്മളെ ചൈനീസ് ഓറഞ്ചിൽ നിന്നൊരു ഓറഞ്ച് പൊട്ടിച്ചെടുത്ത് നമ്മൾ വെള്ളം കലക്കാൻ പോവുകയാണ്. നല്ല തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അതിൻ്റെ പഴുത്ത ഓറഞ്ച് ഉണ്ട് കേട്ടോ. അപ്പം നല്ല പുളിയാണിതിന്. അതിലേക്ക് 2 പിച്ച് നമ്മൾ പുതിന ഇട്ട് കൊടുക്കുന്നുണ്ട്. പുതിന നമ്മൾ നട്ടിപ്പോൾ വീണ്ടും റെഡിയായി വന്നിട്ടുണ്ട്. കോവൽ നന്നായി കായ തന്ന് നന്നായി പടർന്നിട്ടുണ്ട് കേട്ടോ. പുറം ഭാഗത്തൊക്കെ നമ്മൾ വൈകുന്നേരമാണ് നനച്ചു കൊടുക്കാറുള്ളത്. അല്ലാത്ത ഭാഗത്തൊക്കെ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നനക്കാം. ഈ ഒരു ഭാഗത്തേക്ക് നനക്കാൻ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വൈകുന്നേരം ആകുമ്പോഴാണ് ഒന്ന് വെയിലിന് കുറവുണ്ടാവുകയുള്ളൂ. നമ്മളെ കുട്ടീസൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് നടക്കാൻ തുടങ്ങി. നമ്മൾ നടക്കും തോറും നമ്മളെ കൂടെ നടന്നു വരും. എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് സംസാരിച്ചു, ഒരുപാട് കാര്യങ്ങളൊക്കെ കണ്ടു. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ കമൻറ്റ് എഴുതാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസുമായി ഞാൻ വരാം. നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഒക്കെ കൂടെ ഉണ്ടാവണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.